ശിവനെ നമുക്ക് സുപ്രനോട് ചോദിക്കാം എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്. സുപ്ര എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? പനങ്ങ വെട്ടാൻ വന്നതാ. ചടങ്ങായിരുന്നോ? ഭയങ്കര വലിയായിരുന്നു. ആണോ? വഴി വെച്ച് വണ്ടി വരാൻ നോക്കിയിരിക്കുക. ഇപ്പോൾ വരുമോ വണ്ടി? ഇപ്പോൾ വരുമോ? മുഖത്തുണ്ടല്ലോ ക്ഷീണം. ചള്ളക്കകത്തൂടെ വലിച്ച്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മൾ വെട്ടിയ പനങ്കി. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല പനങ്കി തന്നെയായിരുന്നു കേട്ടോ. ഇത് വേണ്ട നേരെ താഴെ ഒരു തോട്ടം വെട്ടിയ പറമ്പാണ്, മൊത്തം ചെള്ളയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മടുത്ത് പോയത്. ഇവിടെ തോട്ടം വെട്ടി കണ്ട ഒരു തടി കയറ്റിക്കണം, അവരെല്ലാം ഉണ്ണാൻ വേണ്ടി കയറി. നമ്മൾ പനങ്കിയെല്ലാം വലിച്ചിട്ടിട്ട് ഇവിടെ വണ്ടി നോക്കിയിരിക്കുകയാണ്. ഉണ്ടല്ലേ? എങ്ങനെയാണ് ശിവനെ ഇന്നത്തെ പനങ്കിയായിട്ട്? കുഴപ്പമില്ലായിരുന്നല്ലേ? ആണോ? അപ്പോൾ നമ്മുടെ പട്ട കയറ്റാൻ വേണ്ടിയുള്ള വണ്ടി വന്നു കഴിഞ്ഞു, നമ്മുടെ തക്കുടൻ. അപ്പോൾ വണ്ടിയൊക്കെ എത്തി, നമുക്ക് നേരെ പട്ട തന്നെ വണ്ടിയൊക്കെ കയറ്റാം. എവിടെ പട്ട കയറ്റുമല്ലേ? മഴ വരുന്നുണ്ട്, അതിന് നമുക്ക് പടയെന്ന് കയറ്റി പോയേക്കാം അല്ലേ? സ്വന്തക്കാരുടെ വീടാണ്. കയറിട്ട് പോയിട്ട് നമ്മൾ തക്കടം പോയി. അപ്പം ആ സമയം കൊണ്ട് നമ്മളുള്ള പനങ്കിയെല്ലാം വാരി വലിച്ച് വണ്ടി വലിച്ച് കയറ്റാൻ തുടങ്ങി. മഴ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വലിച്ച് കയറ്റി പോകണം. കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അത് വേറൊരു കാര്യം. പിന്നെ ഒരുപാട് പിള്ളേർ ചോദിക്കും ആനപ്പണിക്ക് വന്നോട്ടേടാന്ന്. പക്ഷേ ആനപ്പണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം ചിലരുടെ വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല. എൻ്റെ മക്കൾ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോഴത്തേക്കും ആർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നവരോടെല്ലാം ഞാൻ വേറെ വല്ല പണിക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ പനങ്കേറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല പട്ട വെട്ടിയിട്ടുള്ളൂ നമ്മളിന്ന്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു പനയുടെ തലപ്പീസും കൂടെ കിട്ടി, അതും കൂടി നമ്മളെടുത്ത്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കണ്ണസാറിൻ്റെ എടുത്തിട്ട് പോകണം കേട്ടോ വണ്ടിയായിട്ട്. നമ്മുടെ സാറിന് തന്നെ വെള്ളം കൊടുക്കാൻ വേണ്ടി സുപ്രം പോയി. നമ്മൾ വേണ്ട പനങ്കയൊക്കെ ഇറക്കി ഇടുന്നു. സുപ്രം പറഞ്ഞാൽ തന്നെ ഇന്നത്തെ പനങ്കയെ വെട്ടി ശകലം കടിഞ്ഞു വരുന്നു കേട്ടോ. മഴ സമയമല്ലേ, മഴ സമയമായതുകൊണ്ട് ആ പറമ്പെല്ലാം ചെള്ള പിടിച്ച് കിടക്കുമായിരുന്നു. ആകെ നമുക്ക് പനങ്കി എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടി പനങ്കി വെട്ടാൻ വേണ്ടി. പ്രത്യേകിച്ച് പിന്നെ തോട്ടം കൂടി വെട്ടിയ പറമ്പായിരുന്നു, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം.